അതുപോലെ നമ്മൾ ഇതിനകത്ത് 2.25 അടിയുടെ ഒരു അലിഗേറ്റർ ആണ് സംഭവം ഇതിനകത്ത് ഇരിക്കും. ജൈൻ ഗൗരാമി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് റെട്ടേൽ ക്യാറ്റ് ഫിഷിൽ ഏറ്റവും ഇവിടെ ഉള്ളതിൽ സൈസുള്ള ഫിഷ് ഇതാണ്. ഇതിലും വലിയ സൈസിലാവും ഇത്. ഓക്കെ, നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്തും അയച്ചു നോക്കുന്ന ഫിഷ് അത് പിരാന ആൽബിനോ പാക്കോ എന്ന് പറയും. എല്ലാവർക്കും നമുക്ക് പുതിയ വീട്ടിലേക്ക് സാധാ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കറക്റ്റ് ആശ്രാമത്തെ കോറൽ അക്വേറിയത്തിലാണ്. അപ്പോൾ കറക്റ്റ് ലാൻഡ്മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കള്ളുസോറ എന്ന് പറയുന്നത് ആശ്രാമത്ത് തന്നെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അപ്പം അവിടുന്ന് നമുക്ക് ഓൾമോസ്റ്റ് തൊട്ടടുത്ത് അങ്ങനെ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഇത് ടിൻഫോയിൽ ബാർബ് അത്യാവശ്യം സൈസൊക്കെ വരുന്ന ഒരു ഫിഷാണ്. നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്ത് ഇടുവാണെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളതും അങ്ങനെ ഒരുപാട് തുടക്കക്കാർക്ക് പോലും വളർത്താവുന്ന ഒരു ഫിഷാണ് ടിൻഫോയിൽ ബാർബ്. അങ്ങനെ ഒരുപാട് പരിചരണമൊന്നും നമുക്കിതിൻ്റെ കാര്യത്തിൽ വേണ്ട. ഇതൊക്കെ ഫൈറ്റേഴ്സാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫൈറ്റേഴ്സ് ആകുമ്പോൾ ഒരു ബൗളിൽ ഇങ്ങനെ കിടന്നോളും. പിന്നെ അതിൻ്റെ തന്നെ പലതര ബൗളുകളും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ജൈൻ ഗൗരാമി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ വളർത്തിയെടുക്കാവുന്ന ഒരു ഫിഷാണ്. ഇത് നല്ല ലൈഫുള്ളൊരു ഫിഷാണ്. നമ്മളുമായിട്ട് ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ നോൺ വെജ് ഫുഡ് കൊടുക്കാറില്ല, വെജ് ഫുഡാണ് സാധാരണയായിട്ട് ഇത് കഴിക്കുന്നത്. ചെമ്പരത്തി ഇല, തക്കാളി, ആപ്പിള് അങ്ങനെയുള്ള വെജ് ഐറ്റംസ് ആണ് കഴിക്കുന്നത്. ഇത് അബാബ നൈഫ് ഫിഷ് നല്ല അത്യാവശ്യം സൈസ് വരുന്നൊരു ഫിഷാണ്. അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ഇനത്തിൽപ്പെട്ട ഫിഷാണിത്. അവർക്കും മോൺസ്റ്റർ ഫിഷിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഏത് തുടക്കക്കാർക്കും വളർത്താൻ പറ്റിയ ഒരു ഫിഷാണ് റെട്ടേൽ ക്യാറ്റ് ഫിഷ്. 1.5 അടിയും 1 അടിയും സൈസുള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത്. അല്ലാതെ 1.5 അടി പ്ലസ് ആയിട്ടുള്ള ഒരെണ്ണവും കിടപ്പുണ്ട്. ഇതാണ് ഇത് റെട്ടേൽ ക്യാറ്റ് ഫിഷിൽ ഏറ്റവും ഇവിടെ ഉള്ളതിൽ സൈസുള്ള ഫിഷ് ഇതാണ്. ഇതിലും വലിയ സൈസിലാവും ഇത്. ഓക്കെ, നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്തും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ഫിഷാണ് റെട്ടേൽ ക്യാറ്റ് ഫിഷ്. പീകോക്ക് ബാസ് അത് രണ്ടും പെയേഴ്സാണ്. ഇതൊക്കെ സ്മോൾ വെയിറ്റിയൽ കോഴിക്കാർപ്പുകളാണ് അതൊക്കെ. ഇത് പ്ലാറ്റിനം ഏഞ്ചല്. അതിൻ്റെ കൂടെ തന്നെ ഒരു എൻഡിലിച്ചേരി സെനകൾ കിടപ്പുണ്ട്. ആക്ച്വലി അത് സൂം ചെയ്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഒരു സെനകളാണത്, എൻഡിലിച്ചേരി സെനകൾ. റെയിൻബോ ഷാർക്ക്, ബ്ലാക്ക് റെയിൻബോ ഷാർക്ക്, ഗ്രീൻ. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ടൈഗർ ബാർബാണ്. ഗ്രീൻ ടൈഗർ ബാർബ് തന്നെ റെഡ്, ലെമൺ ബാർബ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പ്ലാന്റ് വീഡോ ടെട്രയുടെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്തിടാൻ പറ്റിയതാണ്. നേരത്തെ കണ്ട ഗ്രീൻ ബാർബിന്റെ തന്നെ വേറൊരു ഐറ്റമാണ്. അതിൻ്റെ തന്നെ റെഡ് ബാർബുണ്ട്. നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ പോളാർ പാരറ്റും ഉണ്ട്, റോസി ബാർബും ഉണ്ട്. നമുക്കിപ്പം ഒത്തിരി ലോങ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്, പെറ്റ് വാൻ സർവീസ് ഉണ്ട്. ഇതിപ്പോൾ ഏഞ്ചല്. ഇതിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരും? കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ആശ്രാമ മൈതാനത്തിൻ്റെ അവിടെ ഒരു സുപ്രീം സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സുപ്രീം സൂപ്പർ മാർക്കറ്റിന് അടുത്തായിട്ട് ഒരു നാരങ്ങ കള്ളുസോട കടയുണ്ട്. നമ്മുടെ വീഡിയോയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള 2 ചേട്ടന്മാരെ നടത്തുന്ന. അതിനടുത്തുനിന്ന് ലെഫ്റ്റ് കാണുന്ന ആ വഴിയും വന്നാൽ മതി. അവിടെ ഒരു കൈലാസ് ലേഡീസ് ഹോസ്റ്റലുണ്ട്. അതിന് അടുത്തായിട്ട് നമ്മൾ കോറൽ അക്വേറിയം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര സൈസ് വരും നമ്മൾ റെട്ടൈലിന്റെ? ഇതിപ്പോൾ 5 ഇഞ്ച് സൈസ്. 5 ഇഞ്ച് വരുന്നുണ്ട്.
ഇതൊക്കെ നോർമൽ കോഴിക്കാർപ്പുകളാണ്. നമ്മൾ എല്ലാം അഫോർഡബിൾ റേറ്റിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് തന്നെ. ബ്ലാക്ക് മോർ അല്ലേ? ബ്ലാക്ക് മോർ. ഇത് ഏതാ ഫുൾ ബ്ലാക്കിൻ്റെ ആണോ? അത് ഫുൾ ബ്ലാക്കും ഉണ്ട്, പിന്നെ വേറെ അത് മിക്സഡ് ആയിട്ട് കിടക്കും ഇപ്പോൾ. അത് ഈ ആമ്പൽക്കുളത്തിലൊക്കെ ഇടാൻ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സെറ്റ്. അത് സിൽവറാഡോ HP റെഡ്. പവർ ഓൺ ഉണ്ടല്ലേ? ഇത് SRD ആണോ? SRD. ആൽബിനോ സനകള്. ഒരുവിധം 10 ഇഞ്ച് ആ ഒരു സൈസൊക്കെ അത്രേ ആകത്തുള്ളൂ. മറ്റേ എങ്കിലിച്ചേരി സനകൾ പോലെ അത്രയും സൈസിലാവത്തില്ല. അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന ഫിഷ്. അത് പിരാനല്ലേ? പിരാന. ആൽബിനോ പാക്കോ എന്ന് പറയും. റെഡ് പാർട്ട്, യെല്ലോ പാർട്ട്, പിന്നെ ഗ്രീൻ ടൈഗർ, അതെല്ലാം നമ്മൾ ഒരു ടാങ്കിലായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. എത്ര അടി ചെയ്യും? ഇപ്പോൾ ഒരു 2.25. ഇതിനകത്ത് കറക്റ്റ് 200 സാധനം. അതെങ്ങനെ ഇരുന്നത് സാധനം എല്ലാവരും പറയുന്നത് ഈ ഗ്ലാസ് ടാങ്ക് ഇടുമ്പോഴത്തേക്ക് വാല് വെച്ചടിക്കും. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ തന്നെ ഈ ടാങ്ക് കഴുകുന്നേട്ടാ. അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഇല്ല ഇതുവരെ. ഇല്ല ഇല്ല, നമ്മുടെ ഇവിടെ അത്രയും വലിയ പ്രശ്നമൊക്കെ തോന്നിയിട്ടില്ല ഇതുവരെ. 2.25 ാണ് ഈ ഒരു സെറ്റ് ഫുള്ളും ചെയ്തേക്കണം കേട്ടോ. നല്ല എന്ത് ഭംഗിയാന്ന് പറയാം. അപ്പം എല്ലാത്തിനും നോർമൽ ഒരു റേറ്റിൽ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്പറും അതുപോലെ ലൊക്കേഷൻ എല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പ്രൈസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ശരി, അതുപോലെ കൊറിയർ സർവീസ് എല്ലാം ഉണ്ട്. അപ്പം മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പം നോർമലി മാൺസൂൺ ഫിഷ് ആണെങ്കിലും ശരി, അവർ അതിനകത്ത് എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് കൊറിയർ വഴിയെല്ലാം അയച്ചു വിടുന്നതാണ്. അപ്പോൾ മിസ് ചെയ്യരുത്. അപ്പം ഇതിനകത്ത് തന്നെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ ഇതിനകത്ത് 2.25 അടിയുടെ ഒരു അലിഗേറ്റർ ആണ് സംഭവം. ഇതിനകത്ത് ഇരിക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഒരെണ്ണം വളർത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു ഏകദേശം 1 അടിയൊക്കെ അത്രേ ഉള്ളതാണ്. പക്ഷെ നമുക്ക് പണിയായതിനെ തന്നെ. പക്ഷെ അതെല്ലാം നമ്മൾ ഒരെണ്ണം മേടിക്കും കേട്ടോ. അത് ഉടൻ തന്നെ മേടിക്കുന്നതാണ്. 2.25 അടി നമ്മൾ ഫോണിൽ എടുക്കുന്നതൊക്കെയല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഒരു 5.5 അത്യാവശ്യം നല്ലൊരു അടിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് 2.25 അടിയാണ് വരുന്നത്. 2.25 നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം എല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിയാം. നമ്പറെല്ലാം കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി വെച്ചൊക്കെയാണ്. അടുത്തൊരു റിവ്യൂ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.